നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാർജയിൽ യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ആരോപണവുമായി മരിച്ച വിഭജികയുടെ അമ്മ ശൈലജ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത്. മകൾക്ക് നീതി കിട്ടണമെന്നും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നുമാണ് അമ്മയുടെ ആവശ്യം. എന്റെ മകളെയും കുഞ്ഞിനെയും ഇവിടെ എത്തിക്കണം. അവനെയും കുടുംബത്തെയും വെറുതെ വിടരുത്. നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. എന്റെ പൊടിക്കുഞ്ഞിനെയും മകളെയും വിട്ടുതരണം. അവൻ നോക്കാത്തത് കൊണ്ടല്ലേ എന്റെ പൊടിക്കുഞ്ഞും മകളും മരിക്കേണ്ടി വന്നത്. എന്റെ കുഞ്ഞ് വെറും പാവമായിരുന്നു, പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഭർത്താവിനും നിതീഷിനും കുടുംബത്തിനും എതിരെ എല്ലാ നടപടികളും ഉണ്ടാകണം. പെറ്റ തള്ളയാകിയ ഞാനും ഫേസ്ബുക്ക് വഴിയാണ് എന്റെ മകൾ അനുഭവിച്ച ദുഃഖങ്ങൾ കണ്ടത്. അമ്മ വേദനിക്കുന്നു എന്ന് വിചാരിച്ച് ഒരു വാക്കുപോലും എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നിതീഷിന്റെ പെങ്ങളോട് വിഭജിക യാചിച്ചതെന്നാണ് പറയുന്നത്. എന്റെ മകൾ പച്ചപ്പാവമായിരുന്നു. എല്ലാം ഒളിച്ച് ഇത്രയും സഹിക്കുമെന്ന് അറിയില്ലായിരുന്നു. നിതീഷിനെയും കുടുംബത്തിനെയും നാട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ആ പൊടിക്കുഞ്ഞ് കരഞ്ഞ് കയ്യിൽ കൊടുത്താൽ അവിടെ എങ്ങാനും കൊണ്ട് ഇടാനാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരച്ഛൻ പറയേണ്ടത്. എന്റെ മകളെ ഈ അവസ്ഥയിലാക്കിയവരെ വെറുതെ വിടരുത്. അതിനായി അങ്ങേയറ്റം വരെ പോകണം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. എന്റെ മകളെ ഭർത്താവ് ഒരു വട്ടം ഭീഷണിപ്പെടുത്തിയിരുന്നു. 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ച എന്റെ മകളുടെ ശമ്പളവും കൊണ്ട് ജീവിച്ചിട്ടും നിതീഷിന് തികഞ്ഞിരുന്നില്ല. കമ്പനിയുടെ ഷെയർ മറിച്ചു വിറ്റു. അതും തികയാതെ വന്നപ്പോൾ ഈ കാശ് എന്ത് ചെയ്തുവെന്ന് മകൾ ചോദിച്ചു. നിതീഷ് പറയുന്നില്ല. ഇത്രയുമായിട്ടും തികഞ്ഞില്ല എങ്കിൽ ഇനി കമ്പനിയെ ചതിച്ചാൽ അത് അറിയിക്കുമെന്ന് മകൾ പറഞ്ഞു. നീ കമ്പനിക്ക് പരാതി കൊടുത്താൽ ജോലി പോകുമെന്നും നിന്നെ വെച്ചേക്കില്ല എന്നും നിതീഷ് അന്ന് പറഞ്ഞിരുന്നു. അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ID എടുത്ത് മാറ്റി വിവാഹം ചെയ്തുകൊണ്ട് പോയി അന്ന് തുടങ്ങിയതാണ് ഈ പീഡനം. ഒരു മിനിറ്റ് എന്റെ മകളുടെ കൂടെ ഇരിക്കാൻ പെങ്ങൾ സമ്മതിക്കില്ല. വീട്ടിൽ പോലും വരാതായി. പെങ്ങളും അച്ഛനും എല്ലാം ഇതിന് കൂട്ടുനിന്നു എന്നും ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഷാർജയിൽ മരിച്ച വിഭജികയുടെ മകളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ നീളുന്നുണ്ട്. നടപടികൾ തിങ്കളാഴ്ചയോടുകൂടി പൂർത്തിയാക്കാനാണ് ശ്രമം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭജിക പോസ്റ്റ് ചെയ്ത കുറിപ്പും പ്രചരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റ് നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും വൈകുമെന്നാണ് സൂചന. അടുത്ത 2 ദിവസങ്ങൾ വാരാന്ത്യ അവധി ആയതിനാൽ തന്നെ തിങ്കളാഴ്ചയ്ക്കകം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായേക്കാം. കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെ നാട്ടിലേക്ക് പോകാനാകില്ല എന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെ മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റും നിയമ നടപടികളുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. വിഭജികയുടെ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടികളും വൈകുമെന്നാണ് സൂചന. അടുത്ത 2 ദിവസങ്ങൾ വാരാന്ത്യ അവധി ആയതിനാൽ തന്നെ തിങ്കളാഴ്ചയാകും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാവുക. ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രമിക്കുന്നത്. അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് വിഭജികയുടെ ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതായാണ് വിവരം. കേസ് നിലനിൽക്കുന്നതിനാൽ തന്നെ നാട്ടിലേക്ക് പോകാനാകില്ല എന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ തനിക്ക് പങ്കെടുക്കാമെന്നുമാണ് നിതീഷിന്റെ വാദം. അതേസമയം ഇക്കാര്യത്തിൽ വിഭജികയുടെ വീട്ടുകാർ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. താൻ നേരിട്ട പീഡനങ്ങളും അപമാനവും വിവരിച്ച ഗുരുതര ആരോപണവുമായി വിഭജിക എഴുതിയ കുറിപ്പും പുറത്തു വന്നിരുന്നു. ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റ് ചെയ്താണ് ഇതെന്നാണ് വിവരം. കുടുംബത്തിന്റെ അഭിഭാഷകൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മടുത്തു എന്നെഴുതിയാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക വിവാഹബന്ധം വേർപെടുത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന് ബന്ധു വെളിപ്പെടുത്തുന്നു. നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുന്നതിന് നിയമസഹായം തേടണമെന്ന് വിഭജിക ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ബന്ധുവായിട്ടുള്ള സന്ധ്യ ഒരു ചാനലിനോട് പറഞ്ഞിട്ടുണ്ട്. വിഭജിക ആത്മഹത്യ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും അവർ വ്യക്തമാക്കി. ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ വിഭജിക മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു. അമ്മയെയും ഭർത്താവ് ചീത്ത പറയാറുണ്ടെന്ന് വിഭജിക പറയുന്നു. നിതീഷുമായുള്ള വിവാഹബന്ധം വേർപെടുന്നതിന് നിയമസഹായം തേടണമെന്ന് പറഞ്ഞു. UAE ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനും എതിരെ ഗുരുതര ആരോപണമാണ് ഉയർത്തിയിരിക്കുന്നത്.